അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ സിഹിർ നമ്മൾ എങ്ങനെ സംഭവിക്കുക, ആരാണ് ചെയ്യാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി നമ്മൾ സിഹിർ 7 തരം പ്രധാന സിഹിറുകളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിഹിർ എന്ന് പറയുമ്പം ആദ്യത്തെ സിഹിറുൽ മഹബ്ബ, പ്രണയമന്ത്രം. അതായത് ഒരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഒരാൾ ഇപ്പോൾ നമുക്കൊരു ഇഷ്ടം പറയാൻ വേണ്ടി അയാളെ വയ്യാലെ നടന്ന് ബുദ്ധിമുട്ടാക്കി സ്റ്റോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൊരു പ്രവൃത്തിയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരാളെ ആണെങ്കിൽ നമുക്ക് സ്നേഹം എങ്ങനെ അയാളെ കണ്ട് സംസാരിച്ച് നാച്ചുറലായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് സ്നേഹം ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടാൽ, അയാളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അയാളോട് വീട്ടുകാരോടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ കല്യാണത്തിലേക്ക് വരുന്ന ഒരു ഇഷ്ടം. ഇതങ്ങനല്ലാതെ ഒരാൾ നമ്മളെ ഡിനൈ ചെയ്തു, അല്ലെങ്കിൽ ബ്രേക്കപ്പായി, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരിനായിട്ട് ബന്ധം സ്ഥാപിക്കില്ല. അപ്പം അന്തരങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമോ ശാരീരികമോ സാമൂഹികമോ അങ്ങനെയായിട്ട് എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളെ നമുക്കിഷ്ടമാണ് എന്നൊരുത്ത കാര്യങ്ങൾ കൊണ്ട് നമുക്കവരെ നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിഹിറിനാണ് സിഹിറുൽ മഹബ്ബ എന്ന് പറയും. ഈ സിഹിർ ഒരാൾക്ക് ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അമിതമായിട്ടുള്ള ചിന്ത. ആ വ്യക്തിയെക്കുറിച്ച് തന്നെ, ഇപ്പം ആരെയാണോ സ്റ്റോക്ക് ചെയ്യുന്നത് അയാൾക്ക് അമിതമായിട്ടുള്ള ചിന്ത ഉണ്ടാവുക, അയാളോട് ഒരു ഇഷ്ടം വരിക, അയാളെക്കുറിച്ചുള്ള ചിന്തകൾ വരിക. ആ ചിന്തകൾ വന്ന് നമുക്കതൊരു ഇഷ്ടം എന്ന് അതിന് പറയാൻ പറ്റില്ല, നമ്മളങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവുക. നമുക്ക് നമ്മളിൽ തന്നെ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുക. ഇതിപ്പോൾ നമുക്കൊരു ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തീരുമാനിച്ചു, നമുക്ക് നമ്മളിലൊരു നിയന്ത്രണം ഉണ്ടല്ലോ, അത് ശരിയാവില്ല എന്നുള്ള ആ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക. പിന്നെ രണ്ടാമത്തേത് മതപരമായ കാര്യങ്ങൾ, നമ്മളെ ദൈനംദിന പ്രവൃത്തികൾ, ഇതൊക്കെ നമുക്കൊരു വീഴ്ച വരിക, ഒരു മതപരമായ കാര്യങ്ങളിലൊക്കെ ഒരു അവഗണന, അതേപോലെ ദൈനംദിന പ്രവൃത്തികളൊന്നും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. സ്വപ്നത്തിൽ സ്ഥിരമായിട്ട് ആ വ്യക്തിയെ കാണുക, പല രൂപത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ വീഴ്ച ചെയ്യുന്ന പോലെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പോലെയൊക്കെ ഫീൽ ഉണ്ടാവുക. ഇത് സിഹിറുൽ മഹബ്ബ കൊണ്ട് സംഭവിക്കുകയാണ്. രണ്ടാമത്തേത് സിഹിറുൽ ഫിറാഖ്, അതായത് വേർപാടിൻ്റെ മന്ത്രം, വേർപാടിൻ്റെ സിഹിർ. രണ്ടാൾ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, ഇതൊക്കെ കലഹങ്ങളും വേർപാടുകളും ഉണ്ടാക്കുക. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ ഫിത്തന ഉണ്ടാക്കുക, ഈ പങ്കാളികൾ തമ്മിൽ കലഹം ഉണ്ടാക്കുക. ഒരാൾക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി വരാൻ, അയാൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് ഈ തമ്മിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയ കാര്യങ്ങളിൽ പോലും അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുക. ഒരു കാര്യമില്ലാതെ നമുക്ക് വെറുപ്പ്, വൈരാഗ്യം ഇതൊക്കെ തോന്നുക. അതിപ്പോൾ ആരുടെ ഇടയിലാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവരുടെ ഇടയിൽ നമുക്ക് ലൈഫിൽ ഒരു വിരസത തോന്നും. അതായത് ഒന്നും ശരിയല്ലാത്ത പോലുള്ള ഭയങ്കരമായിട്ട് വിരസത ഇങ്ങനെ അനുഭവപ്പെടാം. ഒന്നിലും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റാതെ, എക്സൈറ്റ്മെൻറ്റ് കിട്ടാത്ത രീതിയിൽ നമ്മളെ ലൈഫ് പോവാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ വ്യക്തികളായിട്ട്, ഇപ്പോൾ നമ്മളൊരു ഭാര്യ ഭർത്താവാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒരു വിരസത തോന്നുക, നമുക്കൊന്നും ലൈഫ് ശരിയില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല തോന്നുക. ഒരു കുടുംബമാണെങ്കിൽ ഈ കുടുംബത്തിൽ നമുക്കൊരു രക്ഷയില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല തോന്നുക. നമ്മൾ കച്ചവടമാണെങ്കിൽ, സുഹൃത്താണെങ്കിൽ അവരുടെ ഇടയിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തേത് സിഹിറുൽ മറദ്, രോഗസിഹിർ, രോഗമന്ത്രം. അതായത് രോഗം വരാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന സിഹിർ. അതിപ്പം ഒരാൾക്ക് രോഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ദേഷ്യമുള്ള അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് രോഗങ്ങളും ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിഹിറുകൾ. അപ്പോൾ അയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരാളൊരു സാഹിറിനെ സമീപിക്കുമ്പം അയാൾ ഇങ്ങനെ ചെയ്യാം, നമുക്ക് അയാൾക്ക് ആ രീതിയിൽ അയാൾക്ക് രോഗപീഠ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന സിഹിർ. ഇത് ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർക്ക് ഈ അസുഖം തിരിച്ചറിയാൻ പറ്റാതിരിക്കുക. എന്താണ് ഇയാൾക്ക് സംഭവിച്ച അസുഖം എന്ന് തിരിച്ചറിയാത്ത അസുഖം. നമുക്ക് തന്നെ അവർക്ക് ചിലപ്പം എന്താണ് എൻ്റെ അസുഖം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുണ്ടാവുക. ഇപ്പോൾ ഒരു അസുഖം, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുണ്ടാവുക. ചില ആളുകൾക്ക് നമുക്ക് തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, എനിക്ക് എന്താ അസുഖമുള്ളതെന്നുള്ളത്. സ്ഥിരമായിട്ട് ക്ഷീണം, വേദനകൾ, തല ചുറ്റുന്ന പോലെ ഉണ്ടാവുക. അതേപോലെ മരുന്നിന് ഒന്നൊരു ഫലം ഉണ്ടാവില്ല. നമ്മൾ ഈ കാര്യത്തിന് തന്നെ ചികിത്സകൾ നമ്മൾ പലത് ചെയ്താലും നമുക്ക് മരുന്നിലൊരു ഫലം ഇല്ലാതിരിക്കുക. നാലാമത്തതാണ് സിഹിറുൽ ജുനൂൻ, മാനസിക അസ്വസ്ഥ ഉണ്ടാക്കാനുള്ള സിഹിർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമുക്ക് ദേഷ്യമുള്ള ആളുകൾക്ക് ഇടയിൽ മാനസിക വൈരാഗ്യം,
ഉള്ള ആളുകളായിട്ട് നമുക്ക് അവർക്ക് ഭ്രാന്താവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സാഹിർ, ചിലപ്പോൾ ഇതിനൊക്കെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് സിഹിർ ഉണ്ടല്ലോ, നമുക്കൊരു വ്യക്തമായ കാരണം ഉണ്ടാവും. ഇപ്പോൾ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ നമുക്കൊരു ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് നേടാനെന്നുള്ളൊരു പ്രശ്നമുണ്ടാവും. രണ്ടാമത്തേൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അവർ അങ്ങനെ ഇപ്പോൾ ജീവിക്കണ്ട, അവർ സുഖിക്കണ്ട, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോകണ്ട, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാഹിറായിരിക്കും ഇത് എന്തിനാണുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഓന് പ്രാന്താവാൻ വേണ്ടിയിട്ട് സിഹിർ ചെയ്യും. ഓനക്ക് പ്രാന്താവാനുള്ളപ്പം നമുക്ക് ഒരു വ്യക്തിയെ ദേഷ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഭ്രാന്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാം. അത് ചിലപ്പം അയാൾക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാവട്ടെ എന്നായിരിക്കില്ല പറയാം. അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പം ഇത് രോഗത്തിൻ്റെതാണോ മാനസിക അസ്വസ്ഥതകളാണോ ചിലപ്പോൾ സാഹിറായിരിക്കും തീരുമാനിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ സാഹിറിന് അത് വ്യക്തമായിട്ട് അറിയണമെന്നില്ല, അത് സംഭവിക്കുമ്പം അതങ്ങനെ ആയിട്ട് വരും. ഇത് മനസ്സിൽ അസ്വസ്ഥത, ഇപ്പോൾ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കാം, മനസ്സിൽ ഭയം ഉണ്ടാക്കാം, ഇങ്ങനെ പല രീതിയിലുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാവുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കോപം വരാം, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നമില്ലാതെ തന്നെ, അതേപോലെ ഒരു കാരണമില്ലാതെ നമുക്കിങ്ങനെ ദേഷ്യം വരിക, അതേപോലെ തന്നെ ഒരു കാരണമില്ലാതെ നമുക്ക് കരച്ചിൽ വരിക, നമുക്ക് വെറുതെ കരയാൻ വരിക. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു കാരണമില്ല. അന്യായമായ ഭയം അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന പോലെ നമുക്കുണ്ടാവുക, എവിടുന്നോ എന്തോ ശബ്ദം കേൾക്കുക, നമുക്ക് മനസ്സിലാവാത്ത ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ശബ്ദങ്ങൾ, നമ്മളറിയാത്ത കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയുന്ന പോലെ നമുക്കുണ്ടാവുക. ഉറക്കം കുറയുക, വിചിത്രമായ സ്വപ്നങ്ങൾ കാണുക. ഇനി അഞ്ചാമത്തെ സിഹിറാണ് സിഹിറുൽ ഖത്ൽ, കൊല്ലാനുള്ള സിഹിർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3ഉം 4ഉം ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് ചിലപ്പോൾ സാഹിറായിരിക്കും തീരുമാനിക്കുക. അപ്പം ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെല്ലുമ്പം സാഹിറായിരിക്കും ഈ കാര്യം തീരുമാനിക്കുക. അപ്പം ഒരാൾക്ക് കൊല ചെയ്യാൻ, അതായത് ഒരാളെ കൊല്ലാനുള്ള സിഹിർ. ഈ കൊല്ലാനുള്ള സിഹിർ എന്ന് പറയുമ്പം നമ്മൾ സിഹിറുൽ ഖത്ൽ എന്ന് പേരിടുന്ന കൊല്ലലല്ല, മരണമല്ല ഇതിന് സംഭവിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ആരോഗ്യത്തിന് ഇങ്ങനെ തകർത്തിട്ടുണ്ടല്ലോ, നമ്മൾ കൊല്ലാകൊല ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആരോഗ്യം ഇങ്ങനെ പറ്റ ക്ഷയിക്കുക, ആരോഗ്യം ക്ഷയിച്ച് ഇങ്ങനെ പോവുക. അത് ആണ് ഈ സിഹിർ കൊണ്ട് സംഭവിക്കുക. അതിവേഗം ആരോഗ്യം പെട്ടെന്ന് ഇങ്ങനെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ നഷ്ടപ്പെടുക, നമുക്കൊരു രോഗമില്ലാതെ നമ്മളെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ കുറയാൻ മോശമാവുക, നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുക, ശരീരം ക്ഷീണിച്ച് ഇങ്ങനെ പോവുക, എന്താണെന്ന് നമുക്ക് മനസ്സിലാവാതിരിക്കുക. ഇനി ഇതിൽ തന്നെ ഉണ്ടാകുന്നതാണ് നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ. നമുക്ക് വെറുതെ വണ്ടി തട്ടുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വണ്ടി തട്ടുക, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു കാര്യമില്ലാതെ നമുക്കിങ്ങനെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് വണ്ടി തട്ടുന്ന രൂപത്തിലാവാം, വണ്ടി നമ്മൾ തന്നെ കൊണ്ട് ഇടിക്കുന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് തട്ടുന്ന രൂപത്തിലാവും. ഇനി അതുമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും അപകടങ്ങൾ, വീടിൻ്റെ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് നിരന്തര അപകടങ്ങൾ, നമ്മളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്സിഡൻസ് സംഭവിക്കാം. ആറാമത്തത് സിഹിറുൽ തഹ്വീൽ, അതായത് ഭ്രമ സിഹിർ. അതായത് നമുക്കൊരു ഭ്രമം ബാധിച്ച പോലെ, നേരത്തെ നമ്മൾ ഭ്രാന്ത് അങ്ങനെയല്ല, ഇതൊരു ഭ്രമമാണ് നമുക്ക് ബാധിക്കുക. സ്ഥലകാല ബോധം ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രത്യേക അവസ്ഥ ഉണ്ടാവുക. അതായത് വസ്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യർ, ഇതൊന്നും നമ്മൾ യഥാർത്ഥ രൂപത്തിലല്ലാതെ നമുക്ക് വേറൊരു രൂപം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക, അവരെ കാണുമ്പോഴൊക്കെ വേറെ രൂപങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ രൂപം മാറിയതായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് ഏറ്റ ആളുകളുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രൂപത്തിലില്ലാത്ത രൂപങ്ങൾ കാണുക. അതായത് ഇപ്പം ഇങ്ങനെ പതിവില്ലാത്ത രൂപങ്ങൾ കാണുക, നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത പല രൂപങ്ങളും ഇങ്ങനെ കാണുന്നതായിട്ട് നമുക്ക് തോന്നുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, മനുഷ്യൻ്റെ രൂപം ഇങ്ങനെ മാറിയതായിട്ട് കാണുക. അതേപോലെ തന്നെ നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുക, നമ്മളെ ഓർമ്മകൾ, അതായത് നമുക്ക് ഓർമ്മക്കുറവ് നല്ലോണം ഉണ്ടാവുക, അസംബന്ധമായിട്ടുള്ള ചിന്തകൾ വരിക, അതായത് ഒരു കാര്യമില്ലാത്ത ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചരിച്ച് വരിക, ഒരു ബന്ധമില്ലാത്ത, പരസ്പര ബന്ധമില്ലാത്ത ചിന്തകൾ ഇങ്ങനെ ഇരച്ച് വരിക. ഏഴാമത്തെ സിഹിറാണ് സിഹിറുൽ അദൽ, അതായത് ലൈംഗിക സിഹിർ, അതായത് ലൈംഗിക തടസ്സ സിഹിർ. നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സിഹിർ. അതായത് ഭർത്താവ് ഭാര്യൻ്റെ ഇടയിലുള്ള ബന്ധങ്ങൾ തടസ്സപ്പെടുത്തുക. അതാണ് ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ലൈംഗിക ഇതെന്ന് പറയുമ്പം നമുക്ക് ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ ഇടയിലാണല്ലോ ഒരു നിയമപരമായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു ബന്ധം. അപ്പോൾ അവരുടെ ഇടയിൽ ഉള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സിഹിർ. അത് ഉണ്ടാകുന്നതാണ് ശാരീരിക മാനസിക ബന്ധങ്ങളിൽ നഷ്ടം, പരസ്പരം ബന്ധപ്പെടാൻ പറ്റാതെ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ടൊന്നും നമുക്കൊരു ഊഷ്മളത, എക്സൈറ്റ്മെൻറ്റ് കിട്ടാത്ത രീതിയിൽ നമ്മൾ മാറുക. ഇപ്പം ഒരാളെ രൂപം ഒട്ടും ഇഷ്ടമില്ലാതെ തോന്നുക, നമുക്ക് ഭയങ്കര വിരസന അനുഭവപ്പെടുക. അവരിപ്പോൾ നമുക്കുണ്ടല്ലോ, ഒരാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ശഹവത്ത്, അല്ലെങ്കിൽ ഇപ്പം കുറേ ദിവസം വീട്ടിൽ ഇല്ലാതെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് ഭാര്യനോടൊരു ശഹവത്ത് തോന്നുമല്ലോ,
അത് നമുക്ക് തോന്നാതിരിക്കുക. ഭാര്യനെക്കുറിച്ച് ഇപ്പോൾ അവർ നമ്മളെ സമീപിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ സമീപിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഉള്ള ഷഹവത്ത് കൂടി ഇല്ലാതാവുക, അല്ലെങ്കിൽ നമുക്ക് ഉദ്ധരിക്കാതെ വരിക, അല്ലെങ്കിൽ പരസ്പരം ഒരു ഇഷ്ടമില്ലാതെ വരിക, അവർക്കായാലും ഒരു താല്പര്യമില്ലായ്മ വരിക. അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്ന് വിവാഹ ജീവിതം ഭയങ്കരമായിട്ട് തകർച്ചയിൽ വിട്ട് നമുക്ക് ഒട്ടും പരസ്പരം ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു ഇതോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സിഹിറിൻ്റെ ലക്ഷണങ്ങൾ ചില കാര്യത്തിൽ മാനസികമായ പ്രശ്നങ്ങളും ലക്ഷണങ്ങളായിട്ടും വരും. പക്ഷേ ഇത് നമുക്ക് സിഹിറാണ് എന്ന് മനസ്സിലാക്കി ഇപ്പം ഒരു അറിയുന്ന ആൾ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആളെ സമീപിച്ച് സിഹിറാണോ അല്ലെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സകൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ സിഹിറിൻ്റെ 7 തരം സിഹിറുകളാണ് നമ്മളിതിൽ ചർച്ച ചെയ്തത്. അപ്പം കാര്യങ്ങളിപ്പം ഇങ്ങനെ നമ്മളിത് മനസ്സിലാക്കി പറഞ്ഞത് ഇങ്ങനെയൊക്കെ സിഹിറുകളുണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് സംഭവിക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഒന്നാമതും രണ്ടാമതും അതേപോലെ 7ാമതൊക്കെ പറഞ്ഞ സിഹിറുകളൊക്കെ പരസ്പരം ആളുകളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. നമ്മളിടയിൽ മുമ്പ് ഒരു കേസ് വന്നിട്ടുണ്ടായി. അതായത് ഒരു ഭാര്യ കല്യാണം കഴിച്ചു. ഭാര്യ കുറച്ച് ദിവസം ഇവരെ സ്വഭാവമൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഇവരോട് തൊലാക്ക് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ട് പോയി. പക്ഷെ അവർക്ക് പിന്നീട് 2 കല്യാണങ്ങൾ കഴിച്ചിട്ടും ഭർത്താവായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. കല്യാണത്തിന് മുന്നേ ഇവർ മൂന്നാമത്തെ കല്യാണം എന്ന് പറയുന്നത് ഇവർ ഒരു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു, ഭയങ്കര അട്രാക്റ്റ് ആയതിൻ്റെ ശേഷമാണ് കല്യാണം ആലോചിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആദ്യ രാത്രി മുതൽ ഇവർക്ക് പരസ്പരം ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ അത് അവർ സിഹിർ ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശാരീരിക തടസ്സത്തിനുള്ള സിഹിർ ചെയ്തതാണ്. അതേപോലെ ചില ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. ഇപ്പം ബ്രേക്കപ്പായ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് ശരിയാവണമായിരുന്നു, എനിക്കവരില്ലാതെ പറ്റുന്നില്ല, അല്ലെങ്കിൽ തലാക്കായ ബന്ധങ്ങൾ എനിക്കവരില്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് ഒരു സിഹിർ നടത്താൻ പറ്റില്ല. സ്നേഹം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. അത് സിഹിർ മുഖാന്തരം, അത് ഇനിയിപ്പോൾ ഖുർആനായത്ത് ഉപയോഗിച്ചിട്ടായാലും ശരി, എങ്ങനെ ഉപയോഗിച്ചിട്ടായാലും ശരി, അത് വരാൻ പാടില്ല. അങ്ങനെയല്ല അതിൻ്റെ രീതി. അത് നാച്ചുറലായിട്ടൊരു പുരുഷനും സ്ത്രീയും തമ്മിൽ തോന്നേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ നമ്മോട് പറയുന്നുണ്ട് ഇവരെ മനസ്സ് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം മനസ്സ് മാറ്റൽ അങ്ങനെയല്ല. മനസ്സ് മാറ്റുക എന്നുള്ളത് അത് സ്വതവേ ഒരാളുടെ മനസ്സിൽ തോന്നേണ്ടതാണ്. അങ്ങനെ തോന്നി വരുന്ന, അതിൽ നമ്മൾ നിർബന്ധിതമായിട്ട് ഉണ്ടാക്കുന്ന, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന വിഷയങ്ങളൊന്നും അതിൻ്റെ സ്വാഭാവികതയിലുള്ളതല്ല. അതിങ്ങനെയുള്ള സിഹിർ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സിഹിറിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സിഹിർ സ്റ്റോക്കിങ്ങിൽ അതിൽ പെട്ടതാണ്. നിരന്തരം ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് സ്റ്റോക്കിംഗ് ഈ സിഹിറിൽ പെട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ സിഹിറിനെ കുറിച്ച് പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ സിഹിറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈബത്ത്, നമീമത്ത്, അതേപോലെ തന്നെ നമുക്ക് ഒരാളോട് നിന്ന് വരുന്ന അസൂയ, ഒരാളിൽ നിന്ന് കോപം, ഇതൊക്കെ എങ്ങനെ ഒരു സിഹിറായിട്ട് പ്രവർത്തിക്കുന്നു, സിഹിറായിട്ട് മാറുന്നു എന്ന് നമ്മൾ ജീവിതത്തിൽ പല സമയത്ത് കാണുന്നല്ലേ. പലരും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, കച്ചവട പ്രശ്നങ്ങൾ, ഇതൊക്കെ പിന്നീട് സിഹിറായിട്ട് മാറുന്നത് നമുക്കറിയാലോ. ഓനൊരു പാഠം പഠിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പലതും ചെയ്യുന്ന ആളുകളില്ലേ. അപ്പോൾ അങ്ങനെയാണ് സിഹിർ ഉണ്ടാകുന്നത്. അതിനൊരു സാഹിർ ഇടപെടുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്ന പോലെ പൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും സഹായത്തിൽ നിന്നും ഒരു സിഹിർ ചെയ്യും. അപ്പോൾ നമുക്കറിയുന്ന തന്നെ സിഹിറുകളാണല്ലോ. ഇപ്പോൾ ഈ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് സിഹിർ ചെയ്യുക, ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നത്തിന് സിഹിർ ചെയ്യുക, അങ്ങനത്തെ കേസുകൾ നമ്മളെടുത്ത് വരാറുണ്ട്, ഇഷ്ടം പോലെ വരാറുണ്ട്. തമ്മിൽ ഇപ്പോൾ 2ാമത്തെ കല്യാണം കഴിച്ചിട്ട് പറ്റുന്നില്ല, അതേപോലെ കല്യാണം ആലോചിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും കാരണത്താൽ വേണ്ടാന്ന് പറഞ്ഞാൽ അവരെ പിന്നീട് കല്യാണം ശരിയാവാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ ചെയ്യാം, അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ സിഹിറുകൾ നമ്മുടെ ഇടയിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ സിഹിറുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ദുഷ്ട മനുഷ്യരിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഇങ്ങനത്തെ ആളുകളിൽ നിന്നും നമ്മൾ അള്ളാഹു അകലത്തിലാക്കട്ടെ. അവരുടെ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിഹിർ നമുക്ക് സ്വയം തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ, അത് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.